ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി വിഭവമാണ് കാല മട്ടൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്തിയെടുത്ത മട്ടൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 3 പച്ചമുളകും 10 കാന്താരി മുളകും കുറച്ച് കറിവേപ്പിലയും 1.5 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് 1/2 കപ്പ് വെള്ളവും ചേർത്ത് വേവിക്കുക. ഈ മട്ടനിൽ എങ്ങാനും വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്കിത് റോസ്റ്റാക്കി എടുക്കാനുള്ളതാണ്. ഇനി നമ്മൾ കുക്കറിൽ ഒരു വിസിൽ വെച്ച് തീ കുറച്ച് 8 മിനിറ്റ് സമയം വേവിച്ചെടുക്കുക. ബാക്കി നമുക്ക് റോസ്റ്റ് ആക്കുമ്പോൾ വേവിക്കാം. ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു മട്ടൻ വേവണമെങ്കിൽ 10 മുതൽ 12 മിനിറ്റ് വരെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു. വെന്തിട്ടില്ല, പക്ഷേ കുറച്ച് കൂടെ വേവാനുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ റോസ്റ്റ് ആക്കുമ്പോൾ നമുക്ക് ബാക്കി വേവിക്കാം. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 30 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അരച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 3.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 2 സവോള കനം കുറച്ചരിഞ്ഞത് നന്നായി വഴറ്റിയെടുക്കുക. അത് ബ്രൗൺ കളറിലേക്ക് പോയാൽ മതി, നന്നായി മൂത്ത് വരണ്ട. അപ്പം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ നന്നായി ബ്രൗൺ കളറിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിതിലേക്ക് ആ അരച്ച ചരപ്പുണ്ടല്ലോ, അതായത് മല്ലി, കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും കാര്യങ്ങൾ അരച്ചത് നമ്മളിതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റി വെളുത്തുള്ളിയുടെ പച്ചമണം പോകുന്നത് വരെ നമ്മളത് വരട്ടിയെടുക്കണം. ആ വെളുത്തുള്ളിയുടെ മണം അങ്ങനെ മുന്തി നിന്നാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് നന്നായി വഴന്ന് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിങ്ങനെ നന്നായി കുഴഞ്ഞ പാകത്തിലേക്ക് വരണം. അതുവരെ നമ്മളിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് വറ്റിച്ചെടുക്കരുത്. ഇപ്പോൾ ഇതൊക്കെ നന്നായി വറ്റി നല്ല കുഴഞ്ഞ പാകമായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കിയത് കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ എല്ലാം ചേർന്ന് നന്നായിട്ട് നമ്മൾ ഇളക്കി വരട്ടി എടുക്കണം. ഇതാണ് കാല മട്ടൻ. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗരം മസാല അവസാനം ചേർത്ത് കൊടുക്കുക. നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ, എന്നാൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കറിവേപ്പില കൂടി ചേർത്ത് നമുക്ക് ഇളക്കി എടുക്കാം. അപ്പം മട്ടൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചിക്കനിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ ചിക്കനിലേക്കാൾ ടേസ്റ്റ് മട്ടനാണ്. പിന്നെ ബീഫും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.